ഇത് മാരുതിയുടെ 800 എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഇതിനിപ്പോൾ എന്താ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ കൊണ്ടുവന്നത് വണ്ടിയുടെ ബോണറ്റിനകത്തു നിന്ന് ആ ഒരു സൈഡിൽ നിന്ന് മണിയടി പോലത്തെ ഒച്ച കേൾക്കുന്നതെന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി വണ്ടിയുടെ വാൽവ് കിടന്ന് അടിക്കുന്നുണ്ട് നല്ലപോലെ. അപ്പം എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മൾ കവർ അഴിച്ചു നോക്കി, വാൽവ് ഡോർ കവർ അഴിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. ഇത് നമ്മുടെ എൻജിൻ ഷെഡാണ്. മൊത്തം അഴുക്ക് പിടിച്ച് നാശമായിട്ട് ഇരിക്കുന്നത്. അതായത് ഇതിന് ഓയില് മാറുന്നില്ലായിരുന്നു തോന്നുന്നു. ഏകദേശം ഒരു 10,000 അല്ല 15,000 കിലോമീറ്റർ അധികം ഈ വാഹനം ഓയില് മാറിയിട്ടിട്ട് ഓടിച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം പറയുന്നത് ഒരു 8,000 ഒക്കെയാണ് പറയുന്നത്. 10,000 കമ്പനി പറയുന്നത്. പക്ഷേ എന്നാലും നമ്മളൊരു 8,000 തന്നെ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ എൻജിൻ ഹെഡ്, അതായത് എൻജിന് നല്ലതാണ്. ഇതിനിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓയിൽ സംഭ അഴിച്ചപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്ട്രെയിനർ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ഇതാണ് ഈ വണ്ടിയുടെ സ്ട്രെയിനർ എന്ന് പറയുന്നത്. അതായത് സമ്മിനകത്ത് ഓയിലിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു പാർട്ടാണിത്. അതായത് ഈ ഓയില് നേരെ സക്ക് ചെയ്ത് ഓയിൽ പമ്പ് വഴി നേരെ മേളിൽ ഹെഡിലോട്ട് കൊണ്ടു ചെല്ലുന്നത് ഈ ഒരു പാർട്ട് വഴിയാണ്. അതായത് ഇതുവഴിയാണ് ഓയിൽ മേപ്പോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇത് ഫുള്ള് അഴുക്കായിട്ട് ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് വഴി ഓയിൽ മേപ്പോട്ട് കയറത്തില്ല. അപ്പോൾ ഓയിൽ ഹെഡിലെത്താതെ ഹെഡ് പഴുക്കും, നല്ലോണം പഴുത്ത് ലൂബ്രിക്കേഷൻ ഇല്ലാതെ ഹെഡിൻ്റെ അവിടെ മൊത്തം ഒരഞ്ഞൊരഞ്ഞ് അതിൻ്റെ മെറ്റിൽ പുറത്തോട്ട് ചാടി അതൊരു ഹെഡ് സ്റ്റക്കാകുന്ന വരെ അവസ്ഥയിൽ വരെ എത്തുക ഈ ഒരു സംഭവം കാരണം. മിക്ക ആൾക്കാർ ഈ ഓയിൽ മാറാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കിലോമീറ്റർ നോക്കും. ഏകദേശം ഒരു 9,000 കിലോമീറ്റർ അത് 9,000 ആയാലും ഒരു 10 തികച്ചിട്ട് നമുക്ക് മാറാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ ഓയിലിട്ട് അതിനിട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു 10-നും മാറത്തില്ല, 11-നും മാറത്തില്ല, അങ്ങനെ കയറിയൊക്കെ പോകും. അപ്പോൾ ഇതേപോലെ എഞ്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുമ്പോഴായിരിക്കും കസ്റ്റമർ കൊണ്ടുവരുന്നത്. ഇതേപോലെയാണ് എന്തോ ഒരു സൗണ്ട് എഞ്ചിന് വന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ ഓയിൽ വരുന്നില്ല. ഓയിൽ കിലോമീറ്റർ എത്ര ആയെന്ന് ചോദിക്കും മാറിയിട്ട്. കസ്റ്റമർ വന്നിട്ട് 10 കൂടുതൽ ഓടിയിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ കസ്റ്റമർ ചെറിയ ലാഭം നോക്കുന്നതാണ് ഈ ഒരു പണിയൊക്കെ കിട്ടാൻ കാരണം. നമ്മൾ ഈ ചെറിയ ലാഭം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 1,000-ൻ്റെ ആയിരിക്കും ലാഭം, ചിലപ്പോൾ 2,000-ൻ്റെ ലാഭമായിരിക്കാം. പക്ഷേ അതിൻ്റെ ലാഭം നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 15,000 25,000 രൂപയുടെ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും. ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, നമുക്ക് ഓയിൽ ഇത്ര കിലോമീറ്റർ മാറണം എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരെ ഉണ്ട്. അപ്പം എനിക്കെന്താ പറയാനുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാഹനത്തിന് ആദ്യം ഒരു ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ കിലോമീറ്റർ എത്രയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു 10,000 കിലോമീറ്റർ വണ്ടി ഓരോ വാഹനം ഓടി. ഇപ്പോൾ ആ 10,000 കിലോമീറ്ററാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത കിലോമീറ്റർ ഒരു 18,000 കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ മാറാം എന്നുള്ള കാര്യം എഴുതി വെക്കുക. അതിൻ്റെ കൃത്യസമയം 18,000 കിലോമീറ്റർ ആയി കഴിയാൻ നേരത്ത് ഓയിൽ മാറുക. അങ്ങനെ നോക്കുന്നുള്ള വണ്ടികളുടെ എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്ററുകളിൽ കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഓയിൽ കൂടുതൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, നിങ്ങൾക്ക് സംശയമുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ സ്പീഡോമീറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സംശയം വന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കിലോമീറ്റർ ചിലപ്പോൾ കൂടുതൽ ഓടിക്കണം. അപ്പോൾ നമ്മൾ ആ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഓയിൽ അഡിറ്റീവ് മേടിച്ച് ഒഴിച്ച് ഒരു പ്രാവശ്യം എഞ്ചിനൊന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഓയിൽ പുതിയത് ഒഴിക്കുക. അതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അഡിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ എൻജിൻ ഫ്ലഷാണ്. അപ്പോൾ അത് ഓയിലിൻ്റെ കൂട്ടത്തിൽ അത് ഒഴിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വാഹനം ഓടിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഒരു കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞ് നമ്മൾ വന്ന് ഓയിൽ മാറിക്കഴിഞ്ഞ സമയത്ത് എൻജിനകത്തുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ഹാർട്ടിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നമ്മൾ ആവശ്യമാവും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യവും. ഓയിൽ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമായി തന്നെ ഇരിക്കും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇത് കേടാകുന്നത്.
ഇങ്ങനെ ഇത് സംഭവിച്ചിട്ട് വണ്ടി വഴിയിൽ കിടന്ന് പിന്നെ വണ്ടി കെട്ടിപ്പിടിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവരേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഒരു എഞ്ചിൻ ഓയിൽ കറക്റ്റ് സമയത്ത് മാറിക്കൊടുക്കുക എന്ന് തന്നെയാണ്. അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം നിസ്സാരമായിട്ട് നമുക്കിത് ഒഴിവാക്കിയെടുക്കാം. ചെറിയ ലാഭം നോക്കാതെ നമ്മുടെ വണ്ടികളുടെ സർവീസ് കറക്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓയിലിൻ്റെ കാര്യത്തിൽ, അതായത് എഞ്ചിൻ ഓയിലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും കാണിക്കരുത്. അത് കൃത്യമായിട്ട് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.